ഒരു ബ്രൗൺ സ്റ്റൂവും ഒരു വെളുത്ത സ്റ്റൂവും ഉണ്ടാക്കുന്നത് കാണിക്കാം. രണ്ടിനും ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരേപോലെയാണ്. ഇത് ബ്രൗൺ സ്റ്റൂവിനുള്ള കഷ്ണങ്ങളാണ്. ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചെറിയ പീസസ് ആയിട്ട് മുറിച്ചത്, ഒരു മീഡിയം സൈസ് സവാള പീസസ് ആയിട്ട് മുറിച്ചത് ചെറിയ പീസസ് ആയിട്ട്, 1/2 ടീസ്പൂൺ ഇഞ്ചി, 2 പച്ചമുളക്. ഇത് ബ്രൗൺ സ്റ്റൂവിനുള്ളത്. വെള്ള സ്റ്റൂവിന് അതേ കഷ്ണങ്ങൾ തന്നെ, അതേ ഇൻഗ്രീഡിയൻസ് തന്നെ. 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് നടുവേ കീറിയത്. ബ്രൗൺ സ്റ്റൂവിനുള്ള സ്പൈസസ്: 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി. അധികം എരിവ് കൂടരുത്, എന്നാൽ കുറച്ച് എരിവ് വേണം തന്നെ. ഈ സ്പൈസസും ഈ കഷ്ണങ്ങളും കൂടെ 2 കപ്പ് തേങ്ങാപ്പീരയിൽ നിന്ന് എടുത്ത നേർത്ത പാല്, 2 കപ്പ് തേങ്ങാപ്പീരയിൽ നിന്ന് 2 കപ്പ് നേർത്ത പാല് 2 സ്റ്റൂവിനും കൂടെ ഒരുമിച്ചെടുത്ത് വെച്ചിരിക്കുക. പിന്നെ 2 കപ്പ് തേങ്ങാപ്പീരയിൽ നിന്ന് എടുത്ത തനിപ്പാല് അര കപ്പ് 2 സ്റ്റൂവിനും കൂടെ ഒരുമിച്ച് വെച്ചിരിക്കുക. നേരത്തെ തേങ്ങാപ്പാലും തനിപ്പാലും ഒരുമിച്ച് വെച്ചിരിക്കുക. ഇനി ഉണ്ടാക്കുന്ന വിധം: ഈ ബ്രൗൺ സ്റ്റൂവിന് ഈ കഷ്ണങ്ങളെല്ലാം ഇഞ്ചിയും ഉരുളക്കിഴങ്ങും സവാളയും 2 പച്ചമുളകും. പിന്നെ ഈ സ്പൈസസും ചേർക്കണം. ഗരം മസാല 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്, അധികം എരിവ് കൂടണ്ട. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. രണ്ട് കപ്പ് തേങ്ങയുടെ കുറച്ച് നേർത്ത പാല ഇത്. ഇതിന് 1 കപ്പ് ഒഴിച്ചാൽ മതി. ഇതിൽ ഇവിടെ കിട്ടുന്ന പൊട്ടറ്റോ പെട്ടെന്ന് വേവുന്നതാണ്. കുറച്ച് കല്ലുപ്പും കൊടുക്കാം. ഇതൊരടുപ്പത്ത് വെച്ചിരിക്കുക. ഈ മസാലയെല്ലാം ചേർത്ത് ഈ ഉരുളക്കിഴങ്ങും ഉള്ളിയും ഇഞ്ചിയുടെ ചെറിയ പീസസും പച്ചമുളകും കൂടെ മസാലപ്പൊടിയെല്ലാം ചേർത്ത് വേവാൻ വെച്ചിരിക്കുക. ഇത് സ്പൈസസ് ഉള്ള സ്റ്റൂ, ബ്രൗൺ സ്റ്റൂ. ഇനി വെളുത്ത സ്റ്റൂവിന് ഈ ഉരുളക്കിഴങ്ങ്, ഈ മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് അരിഞ്ഞത്, 2 പച്ചമുളക്, 1 മീഡിയം സൈസ് സവാള, 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. ഇതിന് ഇഞ്ചി നീരൊഴിച്ചാലും നല്ലതാണ്. 2 സ്റ്റൂവിനും ഇഞ്ചി നീരായാലും മതി, അല്ലെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചി. ഇതിന് ബാക്കി തേങ്ങാപ്പാൽ, ഈ നേരത്തെ തേങ്ങാപ്പാൽ, കുറച്ച് തേങ്ങാപ്പാൽ ഇതിലും കൂടെ ഒഴിച്ചേക്കാം. ഇത് രണ്ടും പെട്ടെന്ന് വെക്കാൻ പറ്റുന്നത്. ഇത് രണ്ടും വെന്ത് കഴിയുമ്പോൾ കുറച്ച് വറ്റി കഴിയുമ്പോൾ തനിപ്പാൽ ഒഴിച്ചിട്ട് വാങ്ങും, അത്രേ ഉള്ളൂ. ഈ ബ്രൗൺ സ്റ്റൂ മാത്രം കടുവറുത്ത് ചേർക്കും. ഈ വെളുത്ത സ്റ്റൂവിന് കടുവറക്കേണ്ട ആവശ്യമില്ല, തനിപ്പാൽ ഒഴിച്ചിട്ട് വാങ്ങി വയ്ക്കുക.
ഈ രണ്ട് സ്റ്റൂവും സദ്യക്ക് നല്ലതാണ്. ഏതെങ്കിലും ഒരു സ്റ്റൂ ചൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഒന്നിൽ ബ്രൗൺ സ്റ്റൂ അല്ലെങ്കിൽ വെളുത്ത സ്റ്റൂ. രണ്ടിനും രണ്ട് സ്വാദാണ്. സ്പൈസസ് ചേർക്കുന്നത് കൊണ്ട് രണ്ട് സ്വാദാണ് ഇത് രണ്ടിനും. ഏറ്റവും എളുപ്പം ഇത് രണ്ടും വെക്കാൻ തേങ്ങാപ്പാൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വളരെ എളുപ്പമാണ്. തേങ്ങാപ്പാൽ പൊടിയ ചേർക്കുന്നതെങ്കിൽ 3 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലിൻ്റെ പൊടി വേണം രണ്ടിനും കൂടെ. ഇനി കുറച്ച് ഉപ്പ് ചേർത്താം. കൈ വെളുത്ത സ്റ്റൂവിനും കൂടെ കുറച്ച് ഉപ്പ് ചേർത്താം. ഈ ബ്രൗൺ സ്റ്റൂ ഇപ്പോൾ എല്ലാം നന്നായിട്ട് വെന്തിരിക്കുക. ഒരു 10 മിനിറ്റോളം വെച്ചിരുന്നു. അപ്പോൾ ഇതൊന്ന് ഒരുവിധം വറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ഉരുളക്കിഴങ്ങൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചേക്കണം. എല്ലാം ചിലതൊക്കെ ചില പീസസ് ഒന്ന് ഉടച്ച് ചേർത്താൽ കുറച്ചുകൂടി ഒരു നല്ലൊരു ടേസ്റ്റും ഒരു കൊഴുപ്പും ഒക്കെ കിട്ടും. ചെറുതായിട്ടൊന്ന് ഉടയ്ക്കണം. എന്നിട്ട് ഈ തനിപ്പാൽ 2 കപ്പ് തേങ്ങാപ്പീരയിൽ നിന്നെടുത്ത തനിപ്പാലിൻ്റെ പകുതി ഈ സ്റ്റൂവിലോട്ട് ഒഴിക്കും. ഇതിരുന്ന് കുറച്ച് കൊഴുക്കും. ഇതിന് കടുകിറക്കുന്നുണ്ട്. തിളച്ചോട്ടെ. ഒന്ന് തിളയ്ക്കണം. ഇത് ഈ വെള്ള സ്റ്റൂവിന് ഈ തേങ്ങാപ്പാൽ ചേർക്കുന്ന അത്രേ ഉള്ളൂ. വേറെ കടുകിറക്കൊന്നും വേണ്ട. ഈ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് മാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കൊഴുപ്പ് കിട്ടും. ഇതൊന്ന് തിളച്ചാൽ മതി. ഈ 2 സ്റ്റൂവും ഇരുന്ന് കുറച്ചൊന്ന് കൊഴുക്കും. ഈ ബ്രൗൺ സ്റ്റൂ അണയ്ക്കാൻ പോവാ. ഇത് തിളയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനി കടുവറുത്ത് ചേർത്താൽ മതി. ഈ കൊഴുപ്പിലായിരിക്കുന്ന ഇത് സദ്യക്കൊക്കെ ഇലയിൽ വിളമ്പുമ്പോൾ അങ്ങനെ ഇരുന്നോളൂ. അതുപോലെ ഇങ്ങനെ കട്ടിയായിട്ട് വരും. കുറച്ചുകൂടെ കട്ടിയായിട്ട് വരും. ഈ സ്റ്റൂവും തിളച്ചിട്ടുണ്ട്. ഇതാ അണയ്ക്കാൻ പോകും. ഇതിലൊരു 2-3 കറിവേപ്പില ഇട്ടേക്കും. ഇനി ബ്രൗൺ സ്റ്റൂവിന് കടുവറുത്ത് ചേർക്കും. രണ്ട് സ്റ്റൂവിൻ്റെ തീ ഓഫ് ചെയ്തിരിക്കുക. ഇതിനകത്തൊരു ബേ ലീഫ് വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ ഗരം മസാലയുടെ ഒരു മണമൊക്കെ വന്നു കഴിയും ഇപ്പം തന്നെ. ഇത് വഴറ്റാതെ വെക്കുന്നതുകൊണ്ട് പ്രത്യേകം നല്ല സ്വാദായിരിക്കും സദ്യക്കൊക്കെ. ഉള്ളി ഉരുളക്കിഴങ്ങൊക്കെ പച്ചയ്ക്ക് തന്നെയാണ്. ഈ ബ്രൗൺ സ്റ്റൂവിലും വെള്ള സ്റ്റൂവിലും പച്ചയ്ക്ക ചേർത്തിരിക്കുന്ന. രണ്ടിനും വഴറ്റിയിട്ടില്ല. കുറച്ച് വെളിച്ചെണ്ണ. ഈ ബ്രൗൺ സ്റ്റൂവിന് വേണ്ടി കടുവറുക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ. കുറച്ച് കടുക് ചേർക്കാം. ഒരു 2 നുള്ളു കടുക്. കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ 3-4 ചെറിയ ഉള്ളി ഇങ്ങനെ വട്ടത്തിലരിഞ്ഞ്. ചെറിയ ഉള്ളി ഒരു 5-6 ചേർത്താലും നല്ല സ്വാദായിരിക്കും. ഉള്ളി മൂത്ത് വരുമ്പോൾ ഈ പച്ചമുളക് 2ആയിട്ട് മുറിച്ച് ചേർക്കാം.
ഇതൊരുവിധം മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ വറ്റൽമുളക് ചേർത്ത് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കും. അത്രയും ഇതിനകത്ത് കടുകും ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതും ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പില. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് ചേർത്ത് ഈ ബ്രൗൺ സ്റ്റൂവിലോട്ട് കടുക് ചേർത്ത് പിന്നെ അടച്ച് വെച്ചിട്ട് ഈ വെളുത്ത സ്റ്റൂവും ബ്രൗൺ സ്റ്റൂവും നല്ല വ്യത്യാസമുണ്ട് സ്വാദിൽ. ഇതിനകത്തെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരേപോലെയാണ്. ഇതിനകത്ത് സ്പൈസസ് ചേർത്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. പിന്നെ കടുവറുത്തൊഴിച്ചിട്ടുണ്ട് മുകളിൽ. ഇതിൽ കടുവറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ട് സ്റ്റൂവും നല്ല സ്വാദാണ് സദ്യക്കൊക്കെ വിളമ്പാൻ. ഏതെങ്കിലും ഒരു സ്റ്റൂ സാധാരണ ഞങ്ങളൊക്കെ ചൂസ് ചെയ്യാറുണ്ട്. ഒന്നിൽ വെളുത്ത സ്റ്റൂ അല്ലെങ്കിൽ ബ്രൗൺ സ്റ്റൂ. ചിലർക്ക് വെളുത്തതാണ് ഇഷ്ടം, ചിലർക്ക് ബ്രൗണാണ് ഇഷ്ടം. രണ്ടും നല്ല സ്വാദാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കമൻസ് അറിയിക്കണം.